തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയോഗിച്ചതിൽ സന്തോഷമെന്ന് കെ ജയകുമാർ പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മൾ രാവിലെ കണ്ടതാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷമായിരുന്നു പ്രതികരണം. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് കാര്യമായി പ്രതികരിക്കാൻ ജയകുമാർ ശ്രമിച്ചിരുന്നില്ല. വീണയാണ് ആ പ്രതികരണം തേടിയത്. വീണ വീണ്ടും ചേരുകയാണ്. വീണ, ഈ പുതിയ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നിലവിൽ ഈ പ്രശാന്തിന് കൂടുതൽ സമയം അനുവദിക്കുക എന്നൊരു നിലപാടിലേക്കാണ് ഒരു ഘട്ടത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ CPM ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രതിച്ഛായ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. സർക്കാരിൻ്റെയും പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണല്ലോ മുൻ ചീഫ് സെക്രട്ടറിയും മുൻ ശബരിമല സ്പെഷ്യൽ ഓഫീസറുമൊക്കെയായ ജയകുമാറിനെ കൊണ്ടുവരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇതൊരു വലിയ ടാസ്ക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോതിലുള്ള പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയകുമാർ എത്തുന്നത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് രാവിലെ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്? വീണ, ഗൗതം, തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇപ്പോൾ കിട്ടിയ ഒരു ചുമതല, ഈ ഒരു നിയോഗിച്ചിരിക്കുന്ന ചുമതലയിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒപ്പം തന്നെ താനൊരു വിശ്വാസിയാണ്, അയ്യപ്പ വിശ്വാസി, ശബരിമലയിൽ പോകാറുണ്ട്, അത്തരത്തിൽ ദർശനമൊക്കെ നടത്താറുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇപ്പോൾ കിട്ടിയ ഒരു നിയോഗത്തെ വളരെയധികം സന്തോഷത്തോട് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹം എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ബോർഡിന്റെ അടക്കം പ്രതിച്ഛായ മങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ സർക്കാർ അടക്കം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ ദേവസ്വം പ്രസിഡന്റായിട്ട് നിയോഗിക്കുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട്. താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനി മണ്ഡലകാലത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ജനൻ TV അടക്കം ലൈവത്തോണിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മണ്ഡലകാലം എത്തുകയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരുക്കങ്ങളും ശബരിമല സന്നിധാനത്തടക്കം നടന്നിട്ടില്ല, പമ്പാ തീരത്തടക്കം നടന്നിട്ടില്ല. ഭക്തരെ പരിപാലിക്കുമെന്ന് അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ നടത്തുമെന്ന് സർക്കാർ പറയുമ്പോൾ പോലും വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിഷയത്തിലടക്കം കൃത്യമായിട്ട്, അതായത് മണ്ഡലകാലത്തിൽ എത്തുന്ന ഭക്തർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഈ ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്ന് ആവർത്തിക്കാതിരിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള കർശന നടപടികളിലേക്കും കടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാന കാര്യം, പരമപ്രധാനമായി അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് മണ്ഡലകാലത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. അവിടെ എത്തുന്ന ഭക്തർക്കായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക, അക്കാര്യങ്ങളിലേക്കായിരിക്കും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളടക്കം ചോദിച്ചത്, ഇപ്പോൾ ഈ വിവാദങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് മുൾക്കിരീടമായി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് അത് മുൾക്കിരീടമായി തോന്നുന്നില്ല എന്നുള്ളതാണ്. അത് വയ്ക്കുന്ന രീതി പോലെ ഇരിക്കുമെന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതായത് ആ പദവിക്ക് യോജിച്ച തരത്തിൽ പ്രവർത്തിക്കുക, ആ പദവിയോട് നീതി പുലർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുക. അത്തരത്തിൽ ആ കിരീടം കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും. അത് മുള്ളാണോ അല്ലെങ്കിൽ തങ്കമാണോ എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. തീർത്തും അദ്ദേഹം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പദവി ഏറ്റെടുത്തിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഒപ്പം തന്നെ ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു. അതുപോലെ തന്നെ മലയാളം സർവകലാശാലയിലെ പദവി അദ്ദേഹം, അതായത് വൈസ് ചാൻസലർ അടക്കമുള്ള പദവികളൊക്കെ ചാൻസലർ പദവി അടക്കം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള പദവികളിൽ അദ്ദേഹം ഭംഗിയായ ചുമതല വഹിച്ചുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതിനാൽ തന്നെയാണ് ഏവർക്കും സ്വീകാര്യനായ അദ്ദേഹത്തെ ഏവർക്കും സ്വീകാര്യനും അദ്ദേഹത്തിന്റെ മുൻ ട്രാക്ക് റെക്കോർഡുകൾ മികച്ചതുമൊക്കെ ആകാം. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭഗവാന്റെ മുതൽ ഉൾപ്പെടെ കട്ടുമുടിച്ച് ആയിരക്കണക്കിന് ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെടുത്തിയ ബോർഡുകളാണ് ദേവസ്വം ബോർഡുകളായി തിരുവിതാംകൂറാണെങ്കിലും കൊച്ചിയാണെങ്കിലും മലബാറാണെങ്കിലും അത് യാതൊരു തർക്കവുമില്ലാത്തൊരു വിഷയമാണ്. അതിനാൽ തന്നെ അത്തരമൊരു പൊസിഷനിലേക്ക് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണമെന്ന കാര്യത്തിൽ തർക്കമില്ല. വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.